ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, പാരമ്പര്യമായിട്ടുള്ള നര, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന നര, ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ടിപ്പും കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തലയിൽ തേക്കൂ, എന്നിട്ട് വാഷ് ചെയ്ത് കളയൂ. വളരെ നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പുകളാണ്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നരച്ച മുടി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നരച്ച മുടി മറന്നേക്കൂ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ വെള്ളം മുണ്ടുകൾ ഒരുപാട് കാണും അല്ലേ? പുതിയ മുണ്ടാണെങ്കിലും പെട്ടെന്ന് പഴയ മുണ്ടായി മാറാം. ഒന്ന് പൊടിയടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെളിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഡ്രൈവർമാരുടെ ഡ്രസ്സുകളാണ് കൂടുതലും ചെളി പിടിക്കുന്ന കാര്യം. നിങ്ങൾ ആ വണ്ടിയിരുന്ന് ഓടിച്ച് പൊടിയൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മുണ്ടുകളൊക്കെ കൊണ്ടുവരാറുള്ളത് അല്ലേ? അപ്പോൾ ഈ മുണ്ടൊക്കെ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്തൊക്കെ ചെയ്താൽ ആ മഞ്ഞക്കറ പോകത്തില്ല എന്നൊക്കെ ഒത്തിരി പേര് പരാതി പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള അടിപൊളി ഒരു ടിപ്പാണിത്. ഇപ്പോൾ എൻ്റെയൊക്കെ ഡ്രൈവറാണ്, അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ടിപ്പുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഡിഷ് വാഷ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സോപ്പ് ഓയിലല്ല, ഡിഷ് വാഷ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡിഷ് വാഷ് ഓയിൽ അല്ലെങ്കിൽ വിമ്മിൻ്റെ സോപ്പ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം കല്ലിൽ അലക്കുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അലക്കുകയോ ഒക്കെ ചെയ്താൽ മുണ്ട് പാൽ പോലെ വെട്ടിത്തിളങ്ങും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുണ്ടൊക്കെ ഒരുപാട് ചെളിയുണ്ടെങ്കിൽ അവരൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ. ടിപ്പല്ല, ഇത് റെസിപ്പിയാണ്. ഇപ്പോൾ ഒരു 4 മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞക്കുരു എടുക്കേണ്ട കാര്യമില്ല, വെള്ളം മാത്രം മതി. നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ ചോദിച്ച് വാങ്ങിക്കുന്ന മയോണൈസ് അല്ലേ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മയോണൈസ് മേടിച്ച് നമുക്ക് പല പല അസുഖങ്ങൾ കാര്യങ്ങൾ വരണതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഈ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി 4 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. പിന്നെ 2 വത്തൽമുളകാണ് എടുത്തിരിക്കുന്നത്, ഉണക്കമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ 1 മുളക് എടുത്താൽ മതി. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാരങ്ങ നീര് വേണേൽ എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഓയിലൊന്നും ഇവിടെ ചേർക്കുന്നില്ല, പകരം ഞാനൊരു 1/4 കപ്പ് പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് നമുക്കിവിടെ അരച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. യാതൊരു ഇതും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ മയോണൈസ് കുട്ടികളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും. ഇങ്ങനെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുമ്പോൾ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. കടകളിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അന്നപ്പം തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഈ മയോണൈസ് എന്ന് പറഞ്ഞാൽ ഏത് സാധനമാണെങ്കിലും നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, അപ്പം തന്നെ ഉപയോഗിക്കാനേ കൊള്ളത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതോടെ ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് മാവ് ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പത്തിരിക്കാണ് ഇവിടെ മാവ് വാട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാവ് വാട്ടുമ്പോൾ നമ്മുടെ കുഴയ്ക്കുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും, കൈപൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുമല്ല, ഈ കുഴയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും, കൈവേദനയൊക്കെയുള്ള അമ്മമാരൊക്കെ റൊട്ടിക്ക് ഇപ്പോൾ കുഴക്കലിലാണ് കൂടുതൽ മുഖ്യ ഇതായിട്ടിരിക്കുന്നത്. പത്തിരിയൊക്കെ നല്ലപോലെ പൊങ്ങി വരാണ്ട് കുഴയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ഇതുപോലെ ഒരു ഗ്ലാസ് കാണുമല്ലോ, ഒരു ഗ്ലാസ് എടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ട് മാവ് അങ്ങോട്ട് നല്ലപോലെ അത് വെച്ച് നമുക്ക് കുഴയ്ക്കാം. നമ്മുടെ കൈയും വേദനിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ചതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഷിമ്മി കവറോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയുടെ കവറുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യുക. ഇതിനകത്ത് പലകയോ ഒന്നും വേണ്ട, ടൈലും ചള്ളാവില്ല, നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നും ചള്ളാകത്തുമില്ല, പൊടി പിടിച്ച് കിടക്കത്തുമില്ല. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എത്ര പത്തിരി വേണേലും നിമിഷ നേരം കൊണ്ട് നമുക്ക് പരത്തിയെടുത്ത് ചുടുവാണെങ്കിൽ നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഈ ഗ്ലാസ് കൊണ്ട് നല്ലപോലെ നമ്മളിട്ട് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയെല്ലാം നല്ലപോലെ കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഗ്ലാസ് കൊണ്ടൊന്ന് കുഴച്ച് നോക്കാൻ പറയുന്നത് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. പിന്നെ അതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരെല്ലാം ഗ്ലാസ് കൊണ്ടുള്ള ഈ സൂത്രം നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് മൈദാമാവ് നമ്മൾ ഏത്തക്കാപ്പത്തിന് പിടിക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇച്ചിരി പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എല്ലാം ഉണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിരുന്നു. മൈദാമാവ് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ മുട്ട ബജിക്ക് ഉണ്ടാക്കിയ മാവിൻ്റെ ബാലൻസ് ആണ് കേട്ടോ.
അപ്പോൾ ആ മാവിൽ ഞാൻ കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു മിക്സാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ എടുത്ത ഏത്തയ്ക്കാപ്പത്തിന് എടുത്ത മാവിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഗരം മസാല അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏത്തയ്ക്കാപ്പം ഒന്നിട്ട് പൊരിച്ച് നോക്കി എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഇപ്പോൾ നോയമ്പ് തുറക്കാൻ സമയമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന അടിപൊളി നല്ല ക്രിസ്പിയും സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഏത്തയ്ക്കാപ്പം ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ചില ഏത്തയ്ക്കാപ്പം പൊരിക്കുമ്പോഴത്തേക്ക് എണ്ണ കുടിച്ചിരിക്കും കേട്ടോ. പക്ഷേ ഇതിലും അങ്ങനെ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കരുത്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കാപ്പം ഫുള്ള് പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഫ്ലെയിം കുറച്ചിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ ഫ്ലെയിം കുറച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കുക. കറക്റ്റായിട്ട് ഫ്ലെയിം കിടക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കത്തേ ഇല്ല ഏത്തയ്ക്കാപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇക്കാലത്തുണ്ടാകുന്ന അകാല നര. ഈ നരയൊക്കെ കുറയ്ക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. കെമിക്കലൊക്കെ ഈ നര കാണുമ്പോൾ ടെൻഷൻ അടിച്ച് ഓടി നടന്ന് കെമിക്കലൊക്കെ വാരി തേച്ച് തലയും മുടി എല്ലാം കളയുന്ന ആൾക്കാരുണ്ട്. ഒരു മുടി നരച്ചതേ ഉള്ളെങ്കിൽ കെമിക്കൽ വാരി തേക്കുവാണെങ്കിൽ ഒരു 10 മുടി അവിടെ നരച്ചിരിക്കും. ഫുള്ള് നരച്ച് പോകും നമ്മുടെ മുടികൾ കെമിക്കൽ വാരി തേക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുടിയെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ തുടരെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ചകിരിയാണ്, നമ്മുടെ തൊണ്ട് തേങ്ങയുടെ ചകിരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എന്നാൽ അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് പെട്ടെന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുന്ന് കരിച്ചെടുക്കട്ടെ. നമ്മൾ കത്തിച്ചെടുക്കുന്നത് ചാർക്കോളാണ് കേട്ടോ. നമ്മുടെ തേങ്ങയുടെ പുറന്തൊലിയാണിത്. അപ്പോൾ ഇതിൻ്റെ ചാർക്കോൾ ഇതാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഓൺലൈനിലെല്ലാം മേടിക്കാൻ കേട്ടോ, അതൊന്നും മേടിക്കരുത്. നമ്മുടെ വീടുകളിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന കാർബണാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത്. അതുപോലെ തന്നെ ചാർക്കോൾ എണ്ണയും ഡേർട്ടും ശോഷിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഫ്രഷ് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നല്ല കത്തിച്ച് ചാരമാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. അതുമാത്രമല്ല അരിച്ചെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനും കേട്ടോ. അല്ലാതെ ഇതിൻ്റെ പൊടിയുടെ അംശമൊന്നും നമ്മുടെ സ്കാൽപ്പിലൊന്നും പിടിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ച് ഞാനിവിടെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സാധനം കൂടെ ചേർത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഉള്ളത് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാത്താ പൗഡർ കാണും. അപ്പോൾ ഈ കാത്താ പൗഡർ 1 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാത്താ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ചാർക്കോളും കൂടെ ചേരുമ്പോൾ നമ്മുടെ നരച്ച മുടിയിനെ കട്ട കറുപ്പാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാത്താ പൗഡർ പലർക്കും അറിയത്തില്ല. വളരെ നല്ലൊരു പണ്ട് കാലം മുതൽ മുത്തശ്ശിമാർ ഉപയോഗിക്കുന്നതാണ് കാത്താ പൗഡർ. അപ്പോൾ ഈ കാത്താ പൗഡറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ കാത്താ പൗഡർ ഗയർ എന്ന മരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് ടാനിൻ, കാച്ചിങ് എന്നുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നരച്ച മുടിയിനെ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് ഇത് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. ഇത് നൽകുന്ന ആ കളർ നമുക്ക് നൽകുന്നത്. അപ്പോൾ നരച്ച മുടിയിൽ അപ്ലൈ ചെയ്ത നല്ലൊരു ഷെയ്ഡിലേക്ക്, ടെമ്പററി ആയിട്ടൊരു നല്ലൊരു ഷെയ്ഡിലേക്ക് ഇത് വരാൻ സഹായിക്കുന്നതാണ്. ഇത് തുടരെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ മുടിയെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടെ ചെയ്യാം. അപ്പോൾ ഈ കാത്താ പൗഡർ സ്റ്റിക്കി പോലെയാണ്, അത് നല്ലപോലെ മുടിയിൽ പിടിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണോളം നമ്മുടെ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ അലോവേര ജെല്ലും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയിലേക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിലാണെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. മുടിക്ക് നല്ല ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. തലയൊട്ടിക്കൊക്കെ സ്കാൽപ്പിനൊക്കെ നല്ല ഒരു ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കുന്നതാണ് അലോവേര ജെല്ല്, അതുപോലെ ഗ്ലിസറിന്. അതുകൊണ്ട് മുടിക്ക് യാതൊരു
സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല നമ്മുടെ മുടിയെ നല്ലപോലെ വളർത്താൻ സഹായിക്കുന്നു, കാട് പോലെ മുടി കിളുക്കാൻ സഹായിക്കുന്നു. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം മുടി നരയ്ക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഭക്ഷണ രീതികളുടെ ഒക്കെ ഇതുകൊണ്ടാണ് ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് പോയിട്ട് ഇത് മേടിച്ച് വെക്കണം. അവിടെ തന്നെ നിറച്ച് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രഷിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് മുടിയിലേക്ക് വകഞ്ഞ് മുടിയെടുത്ത് വകഞ്ഞ് മുടി ഫുള്ളും പുരട്ടിയാലും കുഴപ്പമില്ല. നല്ല റിസൾട്ടാണ്. കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചിലർ മുടി നല്ല കട്ടി കുറഞ്ഞ മുടിയായിരിക്കും, ചിലർക്ക് കട്ടി കൂടിയ മുടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക്, കട്ടി കൂടിയ മുടിയുള്ളവർക്ക് ചിലർക്കൊക്കെ ഇത് പിടിക്കാൻ പ്രയാസമായിരിക്കും. തുടരെ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ മുടി കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ അലർജി എന്തെങ്കിലും ഉള്ള പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.